അതൊരു പുതിയ നയമാണ്. നമ്മൾ അനാവശ്യമായ എല്ലാ ഓട്ടവും KSRTC നിർത്തുകയാണ്. KSRTCയുടെ അനാവശ്യമായ എല്ലാ ചിലവുകളും കർശനമായി ഞാൻ തന്നെ നേരിട്ട് കട്ട് ചെയ്യാണ്. ഓരോ ദിവസവും തൊഴിലാളി യൂണിയനുകളും സംഘടനകളും വ്യക്തികളും അറിയിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ പരമാവധി ചിലവ് ചുരുക്കുകയാണ്. സാധാരണ നേരത്തെ ലൈസൻസ് പെട്ടെന്ന് ഒരു ചടങ്ങ് പോലെ ഇനി കൊടുക്കില്ല. ഇനി കൊടുക്കില്ലെന്ന് മാത്രമല്ല, ഇനി 20 ചോദ്യമാണ് നമ്മൾ ചോദിക്കുന്നത്. ലേണേഴ്സിൽ 12 പാസ്സായാൽ പാസ്സാവുമായിരുന്നു. ഇനി അങ്ങനെയല്ല, 30 ചോദ്യമാക്കി വർദ്ധിപ്പിക്കുകയാണ്. 25 ചോദ്യം പാസ്സാവണം ലേണേഴ്സിൽ. പിന്നെ ഡ്രൈവിങ് വണ്ടി പാർക്ക് ചെയ്യാനുള്ള ബോക്സൊക്കെ വരച്ചു കൊടുക്കും. അതിൽ റിവേഴ്സിലും മുന്നോട്ടും പുറമോട്ടും കയറ്റി പാർക്ക് ചെയ്യാനുള്ള എല്ലാ സംവിധാനം. പിന്നെ മുന്നോട്ട് വളഞ്ഞ് പോകാനുള്ള വഴി, തിരിച്ച് റിവേഴ്സിൽ അതുപോലെ വരിക, അല്ലെ എച്ചൊന്നും അല്ല. പിന്നെ റോഡിൽ ഓടിച്ച് കാണിക്കണം. വണ്ടി മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥൻ്റെ മുമ്പിൽ വെച്ച് തന്നെ പാർക്ക് ചെയ്ത് കാണിക്കണം. പെട്ടെന്ന് പാർക്ക് ചെയ്യാൻ പറയുമ്പോൾ നോ പാർക്കിങ്ങിൽ പാർക്ക് ചെയ്താൽ പണി പോകും, ലൈസൻസ് കിട്ടില്ല. പാർക്ക് ചെയ്യുമ്പോൾ ബാക്ക് റോഡിലോട്ട് കിടന്നാലും ലൈസൻസ് കിട്ടത്തില്ല. അങ്ങനെ പാർക്കിംഗ് വളരെ പ്രധാനമാണ്. ഇപ്പോൾ ഒരിടത്ത് സ്ട്രിക്റ്റ് ആവുകയും വേറൊരിടത്ത് ലൂസാവുകയും ചെയ്യും. 20 ലൈസൻസ് കൂടുതൽ ഒരു ദിവസം ഒരു ഓഫീസിന് കൊടുക്കാൻ പാടില്ലെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉത്തരവ് ഉടനെ വരും. 20 ലൈസൻസ് അതിൽ കൂടുതൽ വേണ്ട. അതിൽ വരുന്ന ഒരു പ്രതിസന്ധിയും വെപ്രാളവും പത്രവാർത്തകളെ കാണും. അതൊന്നും സാരമില്ല. പക്ഷേ ഇത് നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്, മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. വണ്ടി ഓടിക്കുക എന്നുള്ളതല്ല, വണ്ടിയെ കൈകാര്യം ചെയ്യാൻ പഠിക്കണം. അതിനാണ് പാർക്കിംഗ്, റിവേഴ്സ് എടുക്കുക. കഴിഞ്ഞ ദിവസം ഞാൻ തന്നെ കിഴക്കമുറിയിൽ ചെന്ന് ചാടി റോഡിലേക്ക്. ഒരു തരത്തിലും എൻ്റെ എതിരെ വന്ന ആളിന് താഴോട്ടൊന്ന് റിവേഴ്സ് എടുക്കാം. ഒറ്റ വണ്ടി പോകാനുള്ള വഴിയേ ഉള്ളൂ. റിവേഴ്സ് എടുക്കാൻ പറ്റില്ല. നാട്ടുകാരെല്ലാവരും ഇറങ്ങിയിട്ട് ഇടത്ത് വലത്തെന്നൊക്കെ പറഞ്ഞിട്ടൊന്നും പിടിയില്ല. അപ്പോൾ ഇതൊക്കെ വളരെ നമ്മുടെ നാട്ടിൽ വലിയ ഡേഞ്ചറാണ്. കാരണം റോഡിൽ കൂടെ പോകുന്ന പലരും പറയാറില്ല, നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, ഞാൻ സത്യമല്ലേ പറയുന്നത്, എനിക്ക് കാർ ഓടിക്കാൻ ലൈസൻസ് ഉണ്ട് പക്ഷേ വണ്ടി ഓടിച്ചിട്ടില്ല എന്ന് പറയുന്ന എത്ര പേരെ നമുക്ക് കാണാം കേരളത്തിൽ. ജീവിതത്തിൽ കാർ ഓടിച്ചിട്ടില്ല. അവൻ പറയാം എനിക്ക് കാർ ഓടിക്കാൻ ലൈസൻസ് ഉണ്ട് എന്ന് പറയുന്ന എത്ര പേരെ നമുക്ക് കേരളത്തിൽ കാണാം. അത് അത് അതിൻ്റെ നാണക്കേട്. ഉദാഹരണം എല്ലാ ചുറ്റുപാടും ഉണ്ട്. നമ്മൾ ആ സത്യം മനസ്സിലാക്കിക്കൊണ്ട് തീർത്ത് പലരും എന്നോട് വിളിച്ചു ചോദിക്കുന്നുണ്ട്, എൻ്റെ മോൻ ഈ മാസം 24-ാം തീയതി ലൈസൻസ് എടുക്കാതിരിക്കാം, അതിന് മുമ്പ് ഈ ചതി വേണോ എന്ന് എന്നോട് അത് കഴിഞ്ഞ് പോരെ എന്നൊക്കെ ആൾക്കാർ ചോദിക്കാറുണ്ട്. ലൈസൻസ് പെട്ടെന്ന് കിട്ടാൻ ശുപാർശയ്ക്ക് ആളുകൾ വരും. ഇല്ല, ഇനിയിപ്പോൾ പറ്റാത്ത തോതില്ല. വീഡിയോയിൽ കവർ ചെയ്യും. പിന്നെ ഈ ഡ്രൈവിംഗ് സ്കൂളുകളിലേക്ക് ഒരു മട്ട് മാറും. ഇന്ത്യയിൽ കൊണ്ടുവന്നിരിക്കുന്ന പുതിയ മോട്ടോർ വെഹിക്കിൾ ആക്ട് അനുസരിച്ച് തോന്നിയ പോലെ ഡ്രൈവിംഗ് സ്കൂളൊന്നും തുടങ്ങാനാകത്തില്ല. അത് ഒരു പ്രത്യേക ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഈ പറയുന്ന സാധനങ്ങളെല്ലാം പരിശോധിക്കുന്ന ഒരു ഡ്രൈവിംഗ് സ്കൂൾ സംവിധാനത്തിലേക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് മാറേണ്ടതുണ്ട്. എല്ലാം ക്യാമറയിൽ ഷൂട്ട് ചെയ്യും, എന്തൊക്കെ നടക്കുന്നറിയും. വണ്ടിക്കകത്ത് ക്യാമറ വയ്ക്കും. കാരണം നാളെ ഒരു മോശമായി പെരുമാറിയെന്നോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും വരരുതെന്നുള്ളതുകൊണ്ട് ഈ ടെസ്റ്റ് നടക്കുന്ന വാഹനത്തിൻ്റെ ഉള്ളിൽ എടാ പോടി എടിയെന്നൊന്നും വിളിക്കാനകത്തില്ല, നീ പോടാന്നൊന്നും പറയാനൊക്കത്തില്ല. അങ്ങനെയുള്ള വാക്കുകളൊന്നും ഉദ്യോഗസ്ഥർക്ക് ഉപയോഗിക്കാൻ അനുവാദമില്ല. വളരെ മാന്യമായി ഇടപെടണം. കുട്ടികളോടും സ്ത്രീകളോടും എല്ലാം മാന്യമായിട്ട് ഇടപെടണം. അതിന് വളരെ സ്ട്രിക്റ്റാണ്. അത് റെക്കോർഡ് ചെയ്ത് നമ്മൾ വയ്ക്കും മെമ്മറിയിൽ. ഈ മെമ്മറി കാർഡ് 3 മാസം വരെ സൂക്ഷിക്കും. പരാതി ഉണ്ടെങ്കിൽ റീവൈൻഡ് ചെയ്ത് നോക്കും. 3 മാസം കഴിയുമ്പോൾ ഇറേസ് ചെയ്തിട്ട് വേറെ വീണ്ടും. സാറേ, KSRTCക്ക് ഒപ്പം തന്നെ പ്രൈവറ്റ് ബസ്സും എല്ലാവരും വേണമല്ലോ, എല്ലാവരും ജീവിക്കണം. കൂടുതൽ റൂട്ടുകൾ വരും. കേരളത്തിലെമ്പാടും പൊതുഗതാഗത സൗകര്യം എന്നതാണ് LDF സർക്കാരിൻ്റെ ലക്ഷ്യം. ഒന്നുമില്ല, ജനകീയമായിട്ടായിരിക്കും റൂട്ടുകൾ തീരുമാനിക്കുന്നത്. ജനകീയമായിട്ടായിരിക്കും. MLA മാർ, പഞ്ചായത്ത് മെമ്പർമാർ, MP മാർ, പഞ്ചായത്ത് പ്രസിഡന്റുമാർ, മറ്റ് സംഘടന എല്ലാവർക്കും ജനകീയമായി ചർച്ച ചെയ്യാനും റൂട്ടുകളെക്കുറിച്ച് അഭിപ്രായം രേഖപ്പെടുത്താനും ഒരു അവസരമുണ്ടാകും. 3 പേര് പോകാൻ പാടില്ല. 3 പേര് കുഞ്ഞിനെ കൊണ്ടുപോകാം. അച്ഛനും അമ്മയും കുഞ്ഞും കൂടെ പോകാം. അല്ലാതെ 3 ചെറുപ്പക്കാർ ഹെൽമെറ്റും വയ്ക്കാതെ സർക്കസ് കാണിച്ചൊന്നും പോകാൻ പറ്റില്ല. അതെല്ലാം വലിയ ഫൈനായിരിക്കും. അതിൻ്റെ രക്ഷകർത്താക്കളെയും ഫൈൻ അടിക്കും. കൊച്ചുകുട്ടികളൊക്കെ ആണെങ്കിൽ നല്ല ഫൈനായിരിക്കും. വണ്ടിയൊന്നും പെട്ടെന്ന് വിട്ടുകൊടുക്കില്ല. കോടതിയിൽ നിന്നൊക്കെ വണ്ടി എടുക്കേണ്ടി വരും. നമ്മുടെ സമയമെടുക്കും. ലൈസൻസ് ഇല്ലാത്തൊരു വണ്ടി ഓടിച്ചാലും പിടിക്കും. അതുപോലെ തന്നെ ഈ നമ്പർ പ്ലേറ്റ് വിസിബിൾ ആയിരിക്കണം. മാസ്ക് വെച്ച്, അതായത് വിസിബിൾ ആയിരിക്കണം. പ്രത്യേകിച്ച് ഈ ലോറികളിൽ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്. ലോറിയുടെ നമ്പർ പ്ലേറ്റ് അകത്തും അതിന് പുറത്തൊരു ക്രാഷ് ഗാർഡും വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് പുറത്തേക്ക് എടുത്തു വയ്ക്കാനുള്ള ഏർപ്പാട് ചെയ്യുന്നുണ്ട്. നമ്പർ പ്ലേറ്റ് കാണണം. അവരോട് ഞാൻ പറഞ്ഞില്ല, ഫ്രീക്കന്മാർക്ക് വേണ്ടി അവർക്ക് തന്നെ അവരെ നമ്മൾ അവഗണിക്കുന്നില്ല. അവർക്ക് പ്രത്യേകമായ ഒരു സ്ഥലം അവർ തന്നെ കണ്ടെത്തി അതിനകത്ത് സർക്കസ് ചെയ്യാനും തലകുത്തി മറിയാനും എല്ലാ സംവിധാനം ഉണ്ടാക്കിയിട്ട് വന്നാൽ പെർമിഷൻ കൊടുക്കുമെന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ. അത് നമുക്ക് ബഹുമാനം തന്നെയാണ്. പക്ഷെ റോഡിൽ വേണ്ട. അവർ ചെയ്യുന്ന അഭ്യാസങ്ങളൊക്കെ അവരെ കഴിവ് തന്നെയായിരിക്കാം. പക്ഷേ റോഡിൽ വേണ്ട എന്നുള്ളതേ ഉള്ളൂ. ഈ ഫ്രണ്ട് വീലിങ്ങനെ പൊക്കിയിട്ട് റോഡിൽ കൂടെ വേണ്ട. അത് വേറൊരു സ്ഥലത്ത് അതിന് സ്ഥലം സെലക്ട് ചെയ്തിട്ട് അറിയിച്ചു കഴിഞ്ഞാൽ പക്കതായ ഇൻഷുറൻസും കാര്യങ്ങളും എനിക്ക് പറ്റുന്ന ആപത്തിന് ഞാനാണ് ഉത്തരവാദി എന്നൊക്കെ എഴുതി കൊടുത്താൽ തീർച്ചയായിട്ടും നടക്കും. നമ്മൾ മെയിൻ റോഡിൽ അത്തരം പരിപാടികളൊന്നും പറ്റത്തില്ല. 10 മണിക്ക് ശേഷം എല്ലാവരെയും പറയുന്ന സ്ഥലത്ത് ഇറക്കി വിടുന്നു. പണ്ട് ഞാൻ മന്ത്രിയായിരുന്നു പറഞ്ഞു. ഇപ്പോൾ വീണ്ടും അത് വരും. ഞാൻ ജീവനക്കാർക്ക് ഒരു സ്നേഹം നിറഞ്ഞൊരു കത്ത് വരുന്നുണ്ട് എൻ്റെ. ആ കത്തിൽ ഈ കാര്യങ്ങളെല്ലാം കാണും. എന്തൊക്കെ നമ്മൾ ചെയ്യണം, എങ്ങനെ പെരുമാറണം. നമ്മളിത് രക്ഷപ്പെടുത്തിയെടുക്കുക എന്നുള്ളത്
കെ എസ് ആർ ടി രക്ഷപ്പെടുത്തിയെടുക്കുക എന്നുള്ളൊരു മന്ത്രിയുടെയോ ഒരു എം ഡിയുടെ ഒന്നും ചുമതലയല്ല. അതിന് ഏറ്റവും വലിയ ആവശ്യക്കാരൻ കെ എസ് ആർ ടി ജീവനക്കാർ തന്നെയാണ്. അവരതിൻ്റെ കൂടെ സഹകരിച്ച് ആത്മാർത്ഥമായിട്ട് നിന്നാൽ വേറെ ഒരു തരത്തിലും പണം ചോരാതെയും ഇതിൻ്റെ കൃത്യമായ അഡ്മിനിസ്ട്രേഷനോട് മുമ്പോട്ട് ഞാൻ കൊണ്ടുപോകും. പക്ഷേ സഹകരിക്കണം. പ്രത്യേകിച്ച് വയസ്സായ അമ്മമാർ വരുന്നത് ഫുട്ബോളിൽ കയറാൻ പ്രയാസമാണെങ്കിൽ ആ അമ്മയെ പിടിച്ച് കയറ്റാനുള്ള മനസ്സ് കണ്ടക്ടർമാർ കാണിക്കണം. പക്ഷേ കെ എസ് ആർ ടി സിയിലൊരു 90% ജീവനക്കാരും ഇത്തരം നല്ല കാര്യങ്ങൾ ചെയ്യാൻ നമ്മളോടൊപ്പം വരുന്നവരാണ്. അതുപോലെ തന്നെയാണ് ഈ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഒരു പെരുമാറ്റവും രീതിയൊക്കെ അതിൻ്റെ മുഖച്ഛായ മാറ്റും. മാത്രമല്ല അവർ മാറും. കാരണം നമ്മുടെ മാറ്റത്തിനനുസരിച്ച് അവർ മാറും. എന്താണ് ഗവൺമെൻറ് നൽകുന്ന സന്ദേശം എന്നുള്ളതനുസരിച്ചാണ് അവർ നീങ്ങുന്നത്. തീർച്ചയായും ലൈസൻസ് എടുക്കാൻ പ്രയാസമായിരിക്കും. എന്നെ കഴിഞ്ഞ ദിവസം സൗദിയിൽ നിന്നൊരാൾ എന്നെ വിളിച്ചു. അദ്ദേഹം പറഞ്ഞത് വളരെ നന്നായി, ഞാൻ 31 തവണ ടെസ്റ്റിന് പോയിട്ടാണ് എനിക്ക് ലൈസൻസ് കിട്ടിയത്, അതുകൊണ്ട് എനിക്ക് അതിന് വിലയുണ്ട് സാർ എന്ന് പറഞ്ഞു. എന്നാലേ അതിനൊരു വിലയുണ്ടാവുള്ളൂ. പിന്നെ നിസ്സാര കാര്യങ്ങൾക്ക് ലൈസൻസ് സസ്പെൻഡ് ചെയ്യില്ല. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വേറൊരു വലിയ അബദ്ധമുണ്ട്. അതായത് FIR ഇട്ട് കഴിഞ്ഞാൽ ഉടൻ ഒരാളെ കൈയൊടിഞ്ഞു, വണ്ടി ഇടിച്ചു, കൈയൊടിഞ്ഞു, FIR. ആരെ ഇടിച്ചു എന്നൊന്നും പ്രശ്നമല്ല, വലിയ വണ്ടി നോക്കിയിട്ട് ഡ്രൈവറുടെ ലൈസൻസ് റദ്ദാക്കുക. അതെൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഇന്നോ നാളെയോ ഉത്തരവിറങ്ങും. ഇനിയും സീരിയസ് ആയിട്ടുള്ള ആക്സിഡൻറ്റുകൾ, മനഃപൂർവ്വമായ നരഹത്യക്ക് ശ്രമിക്കുക, വണ്ടി ഇടിച്ച് റെക്ലെസ് ഡ്രൈവിംഗ്, മദ്യപിച്ച് വണ്ടി ഓടിക്കൽ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മാത്രമായിരിക്കും റദ്ദാക്കൽ. അല്ലാതെ ഒരു FIRൻ്റെ പുറത്ത് FIR എന്ന് പറയുന്നത് സത്യമാവണമെന്നില്ല. FIRനെ ബേസ് ചെയ്ത് ലൈസൻസ് ക്യാൻസൽ ചെയ്യുന്നതിൽ ഒരു തെറ്റായ സമീപനം ഉള്ളതായി ഞാൻ കണ്ടു. അത് തിരുത്താൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇന്നോ നാളെയോ അതിൻ്റെ ഉത്തരവ് പറയും.